ഒറ്റപ്പാലമായിട്ടുള്ള കണക്ഷൻ എന്താ? ഒറ്റപ്പാലത്താണ് ഞാൻ വളർന്നതും പഠിച്ചതും എല്ലാം ഒറ്റപ്പാലത്ത്. എൻ്റെ പാരൻസ് തൃശ്ശൂർ വലപ്പാട്, തൃപ്രയാർ അടുത്ത് വലപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നുള്ള തീരദേശ ഗ്രാമത്തിൽ നിന്നുള്ള ആൾക്കാരാണ്. രണ്ടുപേരും ടീച്ചേഴ്സായിരുന്നു. അപ്പോൾ അമ്മ ഇവിടെ ഒറ്റപ്പാലം LSN കോൺവെന്റിലും അപ്പച്ചൻ ഗവൺമെൻറ് ഹൈസ്കൂളിലായിരുന്നു. അപ്പോൾ അങ്ങനെ അവരിവിടെ വന്നു. ഞാൻ ജനിച്ചത് മാത്രം വലപ്പാടാണ്, വലപ്പാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ്. പിന്നെ വളർന്നതും പഠിച്ചതും ഇവിടെ. ഈ വീട് ഇവിടെ അച്ഛനും അമ്മയും വാങ്ങിച്ച വീടാണ്? അല്ല, അച്ഛനും അമ്മയും കുറച്ച് അപ്പുറത്താണ്. ഗസ്റ്റ് ഹൗസിന്റെ ഓപ്പോസിറ്റ് അവിടെയാണ്. പിന്നെ ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് ഈ വീട് മേടിച്ചത്. എവിടെ പഠിച്ചൊക്കെ? ഒറ്റപ്പാലം LSN കോൺവെന്റ് സ്കൂളിൽ 4ാം ക്ലാസ് വരെ. അത് കഴിഞ്ഞിട്ട് ഒറ്റപ്പാലം NSS ഹൈസ്കൂളിൽ, തമ്പാൻ ഹൈസ്കൂളിൽ 10ാം ക്ലാസ് വരെ. പിന്നെ പ്രീ ഡിഗ്രിയും ഡിഗ്രിയും ഒറ്റപ്പാലം NSS കോളേജിൽ. അതിൽ ഇടയിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ മാത്രം ഒരു 4 months തൃശ്ശൂർ ഗവൺമെന്റ് കോളേജിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ട്രാൻസ്ഫർ പഠിച്ച് ഇങ്ങോട്ട് എക്കണോമിക്സ്. പേരൻസും ടീച്ചേഴ്സ് ആവുന്നുണ്ട്. ഒരു നല്ല ചിട്ടയുണ്ടായിരുന്നു. 10ാം ക്ലാസ് വരെ ഭയങ്കര അനുസരണയുള്ള കുട്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കോളേജിലേക്ക് പോയ ആ സമയത്ത് അച്ഛനും ഇങ്ങനെയാവണം എന്നൊരു ഇതുണ്ടായിരുന്നോ? എനിക്ക് ചെറുപ്പത്തിൽ ചെറിയ ആക്സിഡന്റും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എൻ്റെ കയ്യിലൊരു റേഡിയൽ നെർവിന് ഒരു ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയും അപ്പച്ചനും വിചാരിച്ചിരുന്നത് ഞാൻ വലുതാകുമ്പോൾ ഒരു ന്യൂറോ സർജൻ ആവുമെന്നായിരുന്നു. അപ്പോൾ അത് അങ്ങനെ പദ്ധതിയൊക്കെ ഇട്ട് SLC കഴിഞ്ഞപ്പോൾ മനസ്സിലായി അതിൽ വരാൻ സാധ്യതയില്ല. പിന്നെ അപ്പച്ചൻ വളരെ മിനിമം ആഗ്രഹിച്ചത് ഒന്നുകിൽ പ്രീ ഡിഗ്രി ഒരു 2nd ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു എൻട്രൻസ് ഒക്കെ എഴുതിയിട്ട് വല്ല എഞ്ചിനീയറിംഗിന് വിടാം. അതല്ലെങ്കിൽ BSc മാത്സ് എടുത്തു കഴിഞ്ഞാൽ ജോലിയൊന്നും കിട്ടിയില്ലെങ്കിലും മാത്സ് ട്യൂഷൻ കൊടുത്ത് ജീവിക്കാം. അപ്പൊ അങ്ങനെ ഫസ്റ്റ് ഗ്രൂപ്പ് എടുപ്പിച്ചു. ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് പ്രീ ഡിഗ്രി പഠിച്ചു. പ്രീ ഡിഗ്രി തോറ്റു, തകർന്നു പോയി. കാരണം ലിലി ടീച്ചറുടെയും ജോസ് മാസ്റ്ററുടെയും മകൻ പ്രീ ഡിഗ്രി തോൽക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. രണ്ടാമത് എഴുതാൻ വേണ്ടിയിട്ട് എന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ഫറൂഖ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി. അപ്പച്ചൻ്റെ ഒരു കസിൻ സിസ്റ്ററുടെ മകളുണ്ട്. അവരുടെ ഹസ്ബൻഡ് ഫിസിക്സ് പ്രൊഫസറാണ്, ഡോക്ടർ ഫ്രാൻസിസ്. പുള്ളി ഫിസിക്സിൽ PhD ഒക്കെ ഉള്ള ആളാണ്. അവിടെ നിന്ന് സംഭവിച്ചെന്താ വെച്ചാൽ പുള്ളിക്ക് മനസ്സിലായി ഫിസിക്സിൽ എനിക്ക് അത്ര വലിയ താല്പര്യമില്ലാന്ന്. അങ്ങനെ പുള്ളിയോട് നിനക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഹിസ്റ്ററി ഒക്കെ ആണെങ്കിൽ നമുക്ക് വായിച്ച് പഠിക്കാം, മറ്റേ ഇതൊന്നും താല്പര്യമില്ല. അങ്ങനെ പുള്ളി പറഞ്ഞു വീട്ടിലറിയണ്ട, നീ ഒരു കാര്യം ചെയ്യും, നീ ഗ്രൂപ്പ് കൂടെ ചേഞ്ച് ചെയ്ത് പറഞ്ഞു. കോഴിക്കോട് നിന്ന് യൂണിവേഴ്സിറ്റിയിൽ വീട്ടിലറിയാതെ ഗ്രൂപ്പ് ചേഞ്ച് ചെയ്ത് തേർഡ് ഗ്രൂപ്പ് ആക്കി. 6 മാസം കൊണ്ട് 2 വർഷത്തെ എഴുതി ഞാൻ പാസ്സായി. പിന്നെ ഡിഗ്രിക്ക് ഹിസ്റ്ററി ഇവിടെ കിട്ടാത്തതുകൊണ്ട് ഇവിടെ എക്കണോമിക്സ് തന്നെ. പക്ഷെ അന്ന് കാലത്ത് സ്കൂളിൽ നിന്നൊക്കെ ക്ലാസ് ഒക്കെ സിനിമയ്ക്കൊക്കെ പോയിരുന്നു. പ്രീ ഡിഗ്രി കാലത്ത് അതന്നെ ഇല്ലല്ല. 10ാം ക്ലാസ് വരെ ഞാൻ ആകെ ഒരു 6 സിനിമ കണ്ടിട്ടുണ്ടാവുള്ളൂ. ശരിക്കും സിനിമ കാണൽ ആരംഭിക്കുന്നത് പ്രീ ഡിഗ്രി. വീട്ടില് കുറെ കഴിഞ്ഞപ്പോ ഒക്കെ മനസ്സിലായി. പിന്നെ ഇവിടെ സമരത്തിന് ഇവിടെ പ്രൈവറ്റ് പോളിടെക്നിക്കിനെതിരെ സമരം വന്നപ്പോ അതിന് പാലപ്പുറത്തുനിന്ന് പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ വിദ്യാർത്ഥികളിൽ ഒരാൾ ഞാനായിരുന്നു. അപ്പൊ അത് ഇവരെ ഭയങ്കര ഷോക്കായി. അപ്പോഴാണ് കോളേജിലെ ആക്ടിവിറ്റീസിനെ കുറിച്ച് പാരന്റ്സ് അറിയുന്നത്. അങ്ങനെയാണ്. അച്ഛൻ എന്നെ ഒരിക്കലും അടിക്കുകയൊന്നും ചെയ്തില്ല. പക്ഷെ അമ്മ നല്ല പൊതിര തല്ലായിരുന്നു. അടി എനിക്ക് ഒരു ഡിഗ്രി ഫൈനൽ ഇയർ വരെ കിട്ടിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് അമ്മയുടെ. സിനിമയുടെ ഉള്ളിലേക്കുള്ള എൻട്രിയിൽ എക്സ്പ്രഷൻ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് എനിക്ക് ദുബായിലേക്ക് ഒരു ഓഫർ കിട്ടി. അപ്പോൾ അത് ആഴ്ചയിൽ 4 ദിവസമേ ആ വർക്കുള്ളൂ. അപ്പോൾ ഇടയിലുള്ള 3 ദിവസം ഫോട്ടോഗ്രാഫി, കളർ പ്രോസസ്സിങ് അറിയാമെങ്കിൽ ആ 3 ദിവസം എന്നെ കൊണ്ടുവന്ന ആളുടെ ബ്രദറിനൊരു ലാബുണ്ട്, അവിടെ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മദ്രാസിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിനിമ കാണാനുള്ള പൈസ ഉണ്ടാക്കിയിരുന്നത് ഞാനൊരു ടോട്ടൽ പത്രപ്രവർത്തകനായിരുന്നു. അതായത് കേരള കൗമുദിയുടെ ഒറ്റപ്പാലത്തെ കറസ്പോണ്ടന്റ് ആയിരുന്നു. ഒറ്റപ്പാലത്തെ അതിൻ്റെ ഏജന്റ് മരിച്ചപ്പോൾ അതിൻ്റെ ഏജൻസി എനിക്കായി. പിന്നെ ആകെ 35 പത്രമുള്ളൂ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പത്രവിതരണക്കാരനും ഞാൻ തന്നെയായി. ഓൾ ഇൻ. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രോസസ്സിംഗ് ഒക്കെ അറിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചത്തിൽ പിന്നെ കളർ പ്രോസസ്സിംഗ് പഠിച്ചാൽ ദുബായിക്ക് പോകാമെന്നുള്ള രീതിയിൽ പോയതാണ്. അവിടെ വെച്ച് യാദൃശ്ചികമായിട്ടാണ് സിനിമയിലേക്ക് കമൽ സാറിനെ പരിചയപ്പെടുന്നതും സിനിമയിലേക്ക് വരുന്നതും. ആ സമയത്ത് എങ്ങനെയായിരുന്നു ആദ്യത്തെ സിനിമയ്ക്ക് പോകുന്നത് വീട്ടിലറിയാണ്ടാണ്. ആദ്യത്തെ സിനിമ മദ്രാസിൽ നിന്ന് നേരെ കോഴിക്കോട്ടേക്ക് പോകുമായിരുന്നു. ചെയ്യാൻ പോകുമ്പോൾ തന്നെ കമൽ സാർ പറഞ്ഞു ഇതിൽ ഈ ഒരു സിനിമ വർക്ക് ചെയ്തോളൂ, പിന്നെ എൻ്റെ ഇവിടെ വേറെ ആൾക്കാരുണ്ട്, പിന്നെ പോയി വേറെ എവിടെയെങ്കിലും ട്രൈ ചെയ്യണം. ഞാനും അത്ര തന്നെ ഉദ്ദേശിച്ചില്ല. കാരണം ഒരു സിനിമ എങ്ങനെ ഉണ്ടാവണമെന്ന് അടുത്തു നിന്ന് കാണാനുള്ളൊരു കൗതുകം. പക്ഷെ അതിൽ ജോയിൻ ചെയ്ത ആദ്യ ദിവസം ഞാൻ തിരിച്ചറിഞ്ഞു, അതൊരു ഷോക്ക് പോലെ തിരിച്ചറിയുന്നൊരു കാര്യമാണ്, ഇതാണ് എൻ്റെ സ്ഥലം എന്ന്. അപ്പം ബേസിക്കലി എനിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ബോറടിക്കും, ആൾക്കാരെയും സ്ഥലങ്ങളും ഒക്കെ ബോറടിക്കുന്ന ഒരാളാണ്.
അപ്പോൾ ഇത് ഭയങ്കര രസമാണ്. ഒരു കഥ അത് ബോറടിച്ച് തുടങ്ങുമ്പോഴേക്കും ആ സിനിമ കഴിയും. പുതിയ കഥ, പുതിയ ക്യാരക്ടേഴ്സ്, പുതിയ ആൾക്കാർ, പുതിയ ലൊക്കേഷൻ. അപ്പം നമ്മുടെ ഒരു തട്ടകമാണെന്ന് തിരിച്ചറിയുകയും കമൽ സാറിന് എന്തുകൊണ്ടോ ആ വർക്കിനിടയിൽ എന്നെ ഇഷ്ടാവുകയും ചെയ്തു. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഞാൻ അതിങ്ങനെ ബ്ലണ്ടായിട്ട് പറയാന്നുള്ളതാണ്. ഞാൻ ദുബായി പോണില്ല വിത്തൗട്ട് എക്സ്പ്രഷൻ. അപ്പോൾ എന്താ അങ്ങനെ സിനിമയിൽ ഞാൻ ഒരു പടം വർക്ക് ചെയ്തു. അതാണ് എൻ്റെ ഒരു മേഖല എന്ന് തോന്നുന്നു. ഞാൻ ഹാപ്പിയാണ് അവിടെ. അപ്പോൾ ഞാൻ കമൽ സാറിനെ പോയി കണ്ടു ദയനീയമായിട്ട്. എന്താ ചെയ്യുക ഇങ്ങനെ ഒരു തലകറച്ച ചെക്കൻ, സിനിമയിൽ അവന് വല്ല സ്കോപ്പുണ്ടോ, വല്ല സാധ്യത ഉണ്ടാവും നിന്നാ. അപ്പോൾ കമൽ സാറാണ് പറയുന്നത് അവനിവിടെ നിന്നോട്ടെ, അവനിവിടെ ഒരു ഫ്യൂച്ചറുണ്ട്, അവനിവിടെ ഒരു സ്ഥലമുണ്ട്. അതെന്തുകൊണ്ടാണ് പുള്ളി പറഞ്ഞ അത് പറയാൻ മാത്രം എന്താണ് ഞാൻ അന്ന് കാണിച്ചതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ പുള്ളി അങ്ങനെ പറഞ്ഞു. ആ പറഞ്ഞൊരു വാചകത്തിലാണ് ഞാൻ സിനിമയിൽ തുടർന്ന് നിൽക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ഒറ്റപ്പാലത്ത് കാര്യങ്ങൾ ഇത്തിരി വ്യത്യസ്തമായിരുന്നു. കാരണം ലില്ലി ടീച്ചറുടെ ഒരു പിഴച്ചു പോയ ഒരു ചെക്കൻ സിനിമയിലുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഒപ്പമുള്ള ടീച്ചേഴ്സൊക്കെ, അമ്മയുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സും മക്കളെ ആ കാലത്ത് ശാസിക്കുമായിരുന്നു, ദേ മര്യാദയ്ക്ക് പഠിച്ചോണം, അല്ലെങ്കിൽ ലില്ലി ടീച്ചറെ മോനെ പോലെ സിനിമയിൽ വിടും. ഇപ്പൊ കാര്യങ്ങൾ മാറി. ഇത് തരക്കേടില്ലല്ലേ പരിപാടി. അപ്പച്ചനൊക്കെ ഇപ്പൊ സിനിമ തുടർച്ചയായിട്ട് എന്റെ സിനിമകൾ കാണാൻ തുടങ്ങി. ചില നിർദ്ദേശങ്ങളൊക്കെ പറയും, നീ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത അറിയാത്ത ആൾക്കാരൊക്കെ വെക്കണം, അല്ല അറിയുന്ന ആൾക്കാരെ വെച്ച് അത്ര എളുപ്പമല്ലേ. അങ്ങനെയൊക്കെ പറയും. വിജേഷണൻ 1ാം ക്ലാസ് മുതൽ പ്രീ ഡിഗ്രി കഴിയുന്നവരെ എൻ്റെ ഒപ്പമായിരുന്നു. ഇതുവരെയുള്ള കാലഘട്ടങ്ങൾ പറയായിരുന്നു ക്ലാസ് കെട്ടിയത് സിനിമയ്ക്ക് പോകുന്നതും അച്ഛൻ്റെ മോടെ എങ്ങനെ സിനിമയ്ക്ക് ദുബായിക്ക് പോകുന്നില്ല എന്ന് പറയുന്നത്. ഞാൻ കുറെ കാലത്തിന് ശേഷം കാണാം. ഇവിടെ ഒറ്റപ്പാലത്ത് തന്നെയാണോ വീട്? ചെറിയ കുട്ടി കാലത്ത് എന്തെങ്കിലും ഓർമ്മയുണ്ടോ അപ്പൊ പറയാൻ? ഞാൻ അഭിനയിക്കുന്ന നാടകങ്ങളൊക്കെ അന്നേ ഡയറക്ഷൻ ഉണ്ട്. അഭിനയിക്കില്ല. ഏത് നാടകമായിരുന്നു? സ്കൂളില് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ ഒരു സ്ലേറ്റ് പൊട്ടിച്ച് എന്റെ വീട്ടിൽ കംപ്ലൈന്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഞാൻ പൊട്ടിച്ചു, സ്ലേറ്റ് പൊട്ടിച്ചു. എന്റെ വീട്ടിലേക്ക് കംപ്ലൈന്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു കംപ്ലൈന്റ് കുഞ്ചായിരുന്നു ചെറുപ്പത്തില്.